ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ പോകുന്ന വഴിക്ക് ജസ്റ്റ് കണിക്കൊന്ന മരം കണ്ടപ്പോൾ നിർത്തി അങ്ങനെ എടുത്ത വീഡിയോ ആണ്. ഇത് അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് വന്നില്ല. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആലുവ മണപ്പുറത്തേക്ക് എത്താനുള്ള ഒരു ക്രോസ് ചെയ്യാനുള്ളൊരു പാലം. അപ്പോൾ ഈ പാലത്തിലൂടെ ക്രോസ് ചെയ്താലാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം അമ്പലമൊക്കെ. പാലം ക്രോസ് ചെയ്താൽ അമ്പലമാണ്. അപ്പോൾ നല്ല കാറ്റാണ്. ഞാനൊരു 1:30 ആയപ്പോഴേക്കുമാണ് അവിടെ എത്തിയേക്കണത്. ഉച്ചയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ആരും ഉണ്ടാവില്ല, ഒന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല. ഒരു കാര്യങ്ങളോ ഒരു തിരക്കോ ഒന്നും ഉണ്ടാവില്ല. ശരിക്കും ഞാനും വളരെ കുറച്ച് പേരൊക്കെ അവിടെ ഉള്ളൂ. ഞാനങ്ങനെ ഒറ്റയ്ക്കാണ് പോന്നേക്കണത്. വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരത്തെ യാത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാനങ്ങനെ 2 വീലറിന് അരമണിക്കൂർ യാത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കങ്ങനെ തോന്നി, ഇതിൻ്റെ ഉത്സവം അല്ലെങ്കിൽ ബലിപ്പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ബലിപ്പെരുന്നാളിൻ്റെ ടൈമിലൊക്കെയാണ് അവിടെ അധികം തിരക്കൊക്കെ ഉള്ളത്. എന്നാലും കുറച്ചും കൂടി ഉത്സവത്തിൻ്റെ ആ ടൈം നീട്ടിയിട്ടുണ്ട്, ഒരു മാർച്ച് 22 വരെയൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നീട്ടിയേക്കണതാണ്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ വന്ന് പോകാമെന്ന് വിചാരിച്ചു. വെറുതെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ വന്നതാണ്. ഇപ്പോൾ ഏകദേശം ഞാൻ ആ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാമല്ലോ, ഇവിടെയാണ് ബലിയിടുന്നത് വിശ്വാസികൾ. ഇതൊരു സൈഡാണ് പാലത്തിൻ്റെ. ഇനി അപ്പുറ സൈഡ് ഇതേപോലെ തന്നെ ബലിയിടുന്ന സ്ഥലമുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല. ചിലരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. വളരെ ചുരുക്കം ചിലരിപ്പോഴും ബലിയൊക്കെ ഇടുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് അങ്ങേറ്റത്തൊരു പാലവും കൂടെ കാണാം കേട്ടോ. ആ പാലം ആലുവയിലേക്ക് എത്താനുള്ളതാണ്. പിന്നെ ഞാനിങ്ങോട്ട് അമ്പലത്തിൻ്റെ സൈഡിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. അവിടെയൊക്കെ ആളെ തിരക്കൊന്നുമില്ല. പിന്നെ അമ്പലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നടന്നാലാണ് നമുക്ക് ഇതേപോലെയുള്ള സ്ഥലത്തേക്ക് ശരിക്കും ഒരുപാട് കടകളൊക്കെയുള്ള, ഒരുപാട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക്, ഒരുപാട് വലിയൊരു സ്പേസ് തന്നെയാണ് കേട്ടോ ഇത്. ഒരുപാട് സ്പേസ് ഉണ്ട്. ഇവിടേക്ക് ഉള്ളിലേക്ക് നടന്ന് നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം, ഒരുപാട് കാര്യങ്ങളൊക്കെ വാങ്ങാം, സാധനങ്ങൾ. ഇത് കണ്ടോ, ആകാശ ഊഞ്ഞാലും, അത് മരണക്കിണർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഓപ്പണല്ല ഈ ടൈമിൽ. 5:30 ആവും ഓപ്പൺ ആവുമ്പോൾ. അപ്പോൾ ഞാൻ മാത്രമൊക്കെ ഉള്ളൂ അവിടെ നടന്ന് ഇങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ പിടിച്ച് കാഴ്ചകളൊക്കെ കണ്ട് പോരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ തിരിച്ച് വന്ന അമ്പലത്തിൻ്റെ അവിടെ കുറച്ച് നേരവും കൂടിയൊക്കെ ഇരുന്നു. അവിടെയൊക്കെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്ന് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയുള്ള ഗൈസ്.